ഓക്കെ പോടൂ. അല്ല ഞാനൊന്ന് ശോഭനമോടത്തൊന്ന് പറഞ്ഞു വന്നാലോ? കണ്ടേ നേരെ കൊണ്ട് കിടക്ക്. അല്ല മോക്ക് ഞാൻ എവിടെയാ പോയെന്നറിയാം, മോളവിടെ തിരയെന്നെ. തെരഞ്ഞേനെ. അല്ല അല്ല ഇതിപ്പം അല്ല നമുക്ക് നല്ല കടൽ മീൻ വല്ലതും വാങ്ങിയാ പോരെ? കടലിലല്ലോ കണ്ടെയ്നർ മറിഞ്ഞേച്ച് ഇപ്പൊ മീൻ പിടിക്കാൻ പോക്കത്തില്ലെന്ന് പറഞ്ഞു. അതൊക്കെ വെറുതെ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ച ആ പാണ്ഡീന്റെ വീട്ടിൽ നിന്ന് കുറച്ച് എന്താ പറയാ ചാളേന്റെ കറി തന്നിട്ടുണ്ടായിരുന്നു, പൊരിച്ചതും എന്തോ കണ്ടെയ്നർ പറഞ്ഞിട്ട്. പക്ഷെ ഞാനത് കഴിച്ച് ഒരു കുഴപ്പമുണ്ടായില്ല. അതൊക്കെ വെറുതെ പറയുന്നു, തട്ടിപ്പാണെന്ന്. നമുക്കിവിടെ കഴിക്കുന്നത് എന്താ കുഴപ്പമുള്ള? അല്ല ഇവിടെ ഇപ്പൊ വലിയ വലിയ മീൻ വല്ലതും കിട്ടുമോ? ചിലപ്പോ തിമിംഗലം കയറി വരുന്നുണ്ടായില്ലേ? ആണോ? ഇങ്ങോട്ട് ഓടോ തള്ളിക്കൊണ്ടിരിക്കാതെ. എന്നാ പിന്നെ തിമിംഗലത്തിനിട്ട് നമ്മൾ തിമിംഗലത്തിനെ നിർത്തി പൊരിക്കാൻ പോകും. ഞാൻ പണ്ട് ലക്ഷദ്വീപിലായിരുന്നു കുറേ കാലം. അവിടെ വലിയൊരു ഹോട്ടലിലായിരുന്നു. ഈ വിദേശ ടൂറിസ്റ്റുകൾക്ക് നമ്മളവിടുത്തെ മാതിരി ചാളയും നെത്തലൊന്നും പോരാ, അവർക്കൊക്കെ വലിയ മീൻ വേണം, സ്രാവ്, തിമിംഗലം. അപ്പം ഞങ്ങൾ ഈ ബീച്ചിൻ്റെ സൈഡ് ഹോട്ടലായതുകൊണ്ട് അതൊരു തുറന്ന അടുക്കളയാണല്ലോ, ഓപ്പൺ കിച്ചൺ. അപ്പോൾ അവർ വന്ന് ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പം ഞാൻ ആ ചൂണ്ട എടുത്തു. ഇതേമാതിരി ഇങ്ങനെ എന്താണ് പറയുക, പോളിയോ പിടിച്ച ചൂണ്ടയല്ല, നമ്മളെ വട ഉണ്ടല്ലോ കമ്പ വലിക്കുന്നത്, അതേമാതിരത്തൊക്കെ ചൂണ്ടയാണ്. നമ്മളിവിടെയല്ലേ ഈ പശുവിൻ്റെയും പോത്തിൻ്റെയും ഒക്കെ കടായി, അവിടെയൊക്കെ തിമിംഗലത്തിൻ്റെ കടായി, അതിന് ഡോൾഫിൻ്റെ കടായി ഒക്കെയാണ്. താൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് കേടായി എന്നായിരിക്കും പറഞ്ഞത്. താൻ അങ്ങോട്ട് ഇട് തള്ളാതെ. ഇവിടെ അത് ഇടണോ? അവിടെ അത് വേണ്ട. അവിടെ അത് വേണ്ട. ഇവിടെ ഇപ്പൊ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ. അല്ല മീൻ കിട്ടാത്തോണ്ടാണ് തന്റെ ഈ തള്ളി ഞാൻ സഹിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ കേട്ടോ. ഇത്രയും വേണോ? എന്തിന്? ഒരു ഇച്ചിരി ഇട്ടാ മതി. ഇപ്പോഴും നമ്മൾ വിദേശീയരെ മാറിയിട്ട് വളർന്നില്ല. വെറുതെ അല്ല നമ്മളിവിടുത്തെ ടൂറിസ്റ്റ് ഒന്നും വരാത്തത്. നമ്മളിപ്പോഴും എന്താണ് പറയാ, പഴുതാര ഇട്ട് മൈദല്ലേ. താൻ ഇവിടോട്ട് ഇട്. കിട്ടി 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 കൊണ്ടേ പൊരിച്ചു വെച്ചോ, ഉച്ചക്ക് തിന്നാം. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, നമ്മൾ വല്ല ആറ്റിലോ പുഴയിലോ ഒക്കെ പോണ്ടി വരും, കായലിലൊക്കെ. അവിടെ ആണെങ്കിൽ ഞാൻ പിടിച്ച് പൊക്കിയേനെ. അതായിരുന്നു എനിക്ക് ലാഭം. അവിടെ കാണും വല്ലതും തള്ളി ഇട്ടിച്ച് എനിക്ക് തിരിച്ച് വീട്ടിൽ ഒറ്റയ്ക്ക് വരായിരുന്നല്ലോ, സമാധാനം കിട്ടിയേനെ. ആ പറച്ചിലും തള്ളും കേട്ടപ്പോഴേ തോന്നിയായിരുന്നു ഹിമാലയ മുട്ടനാടാ മറ്റേ തിമിംഗലം വന്ന് നിൽക്കുന്നു, വാഴയിലെ കൊണ്ടേ പൊരിച്ചു തിന്നാ ഉച്ചയ്ക്ക് എല്ലാവർക്കും കൂടെ. അല്ല ഒരു മീൻ കൊത്തി ഉണ്ടായിരുന്നു. ചിലപ്പോ അത് പോയതായിരിക്കും, ചിലപ്പോ വല്ല ഷോപ്പിങ്ങിന് പോയിച്ച് തിരിച്ചു വരുമായിരിക്കും. അല്ല സൂപ്പർമോൻ ഒച്ച ഇട്ടപ്പം അത് മെല്ലെ ചുളുവിൽ ഇലയുടെ സൈഡിൽ കൂടെ പോയി. പെട്ടത്തലയ്ക്ക് ഒരെണ്ണം തരിഞ്ഞ മീൻ കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങളല്ലേ ഒച്ച ഇട്ടുണ്ടേ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ നമുക്ക് വല്ല കായലിലറ്റം പോവാന്ന്. അതായിരുന്നു എനിക്ക് ലാഭം. അവിടെ കാണും തള്ളിയിട്ടേ തിരിച്ചിങ്ങി ഒറ്റയ്ക്ക് വരായിരുന്നല്ലോ, തള്ളും കേൾക്കണ്ടായിരുന്നു. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ആ പാലത്തിന്റെ ചെരുവ് പോയ പയ്യന്മാർ വലയിട്ട മീൻ കിട്ടും, അത് വാങ്ങി പോകാം. നാണക്കേടുള്ളൂ. എല്ലായിടത്തും ഉടായ്പിന്റെ ഉസ്താദാ പെട്ടതല്ലേ. അല്ല മോന്റെ നല്ലതിന് വേണ്ടിയിട്ടാ. മോനെ ചൂണ്ടൊക്കെ എടുത്തിറങ്ങിയപ്പോ സ്വഭാവമോള് വിചാരിച്ചിട്ടുണ്ടാവും നല്ല മീനൊക്കെ കൊണ്ടുവരുമെന്ന്. അവിടെ പോയി നല്ല കരിമീൻ കിട്ടും, നമുക്കിന്ന് കടായി ഉണ്ടാക്കാം, മീൻ കടായി. സത്യമാണോ? അവളോട് പറയരുത്. ഞാൻ പറയോ? ഞാൻ പറഞ്ഞാലും ഞാൻ പറയില്ല. കടലിനക്കര പൊണ്ണോര് കണ്ണാപ്പനിന് പൊണ്ണോര് പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും. ഉണങ്ങിയ വാഴയില കൊണ്ടുവരുമായിരിക്കും. சுப்போ இவனுக்கு வந்த கத்தாச்சு. மணி சுப்போ എന്താ മുത്തുവണ്ണ? മുത്തുവണ്ണ എന്തൊരു മനസ്സിലാത്? എന്താ അത് ഞാൻ ഓർക്കുമായിരുന്നു ഒരു കാര്യം. എന്ത്? അത് ഞാൻ പിന്നെ പറയാം. ശോഭനയ്ക്ക് ഞാൻ ഒരു കത്ത് തരാൻ വന്നതാ. കത്താ? എനിക്കാ? ഈ പ്രായത്തിലോ? നിങ്ങൾക്കൊരു ഭാര്യയും കുടുംബമൊക്കെ ഉള്ളല്ലേ, നിങ്ങൾ ഇങ്ങനത്തെ പരിപാടി ഒപ്പിക്കാമോ? അല്ല ആ കത്തല്ല ഇത്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആദ്യം പറയണത്. എനിക്ക് ഇങ്ങളുണ്ടല്ലോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ശോഭനയോട് എല്ലാം പറയാനുള്ള ഞാൻ മുഖത്ത് നോക്കി പറയും, ഇങ്ങനെ കത്ത് തരേണ്ട കാര്യമൊന്നുമില്ല, ഇനി ഇവിടെ താഴെ കിടന്നതാ, എടുത്തിട്ട് പോയി തരാൻ തന്നതാ ഞാൻ. സുബു ഇല്ലേ? സുബു ഇല്ല, സുബു പുറത്തു പോയേക്കാം. ആഹാ, ഇതെന്ത് കത്താത്? കത്തൊക്കെ ആരിപ്പ അയക്കണേ? വെറുതെക്കല്ലേ, ഇത് പിടിച്ചോ. ഞാൻ എഴുതിയല്ലത്. പെണ്ണുങ്ങൾ കരഞ്ഞ എനിക്കും കരച്ചിൽ വരും, കരയില്ലേ? ഏത് തെണ്ടിയാണോ ഇതൊക്കെ എഴുതിയേ?
എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മലയാളം വായിക്കാറില്ലാത്ത ഒരു പേപ്പറോട് തന്നെ പറഞ്ഞാൽ കാരണം എനിക്ക് പെണ്ണുങ്ങൾ കരഞ്ഞാൽ എനിക്കും കരച്ചിട്ട് ഒരു കരയല്ലേ. ഞാനിപ്പോ ശരിയാക്കി തരണ്ട്. അയ്യോ എന്റെ പേര് പറയല്ലേ, എന്റെ പേര് പറയല്ലേ ശോഭന. എന്താണ് തന്നെ കാണിച്ചേ? എടാ ഒരു എടാ അവളെന്തിനെ കരഞ്ഞിട്ട് പോയെന്നാ ഞാൻ ചോദിച്ചേ. ഞാൻ വീട്ടിൽ നിന്ന് പോക്കത്തിന് കാണിക്കാൻ നോക്കിയാ. എടാ ഒരു കത്ത് ഞാൻ എടാ അവളെന്തിനാ കരഞ്ഞിട്ട് പോയെന്നാ ഞാൻ ചോദിക്കുന്നത്. എടാ ഒരു കത്ത് ഞാൻ ശോഭനയ്ക്ക് താനെന്തിനാ ശോഭനയ്ക്ക് കത്ത് കൊടുക്കുന്നത്? ഇതെന്നെന്തിനാ ഈ കത്ത് കൊടുക്കുന്നത്? എടാ ഞാൻ കേറി വരുമ്പോ ഇവിടെ വന്ന കത്ത് ഞാൻ എടുത്ത് ശോഭനയുടെ കൊടുത്തതാ. ഇവിടെ കിടക്കണ കത്ത് എന്തിനെടുത്ത് കൊടുത്തിട്ട്? എടാ ഇവിടെ കിടക്കുന്ന കത്ത് പിന്നെ ഞാൻ എടുത്ത് എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകണം. ഇത് ഈ വീട്ടിൽ വന്ന കത്തല്ലേ, അത് അവർക്ക് കൊടുക്കാൻ ഞാൻ വന്നു. അതാണ് അവിടുത്തെ കാര്യം. ശോഭന എന്തിനെ കരഞ്ഞു? ആരാ എനിക്കറിയേണ്ടത്? എനിക്കറിയത്തില്ല, ഞാനും അത് തന്നെ അവളോട് ചോദിച്ചോണ്ടിരുന്നേ. അപ്പൊ ഈ കത്തിലുള്ള കാര്യം കൊണ്ടാണോ കരഞ്ഞത്? അത് നോക്കണമല്ലോ. ഇന്ന് താൻ അനാവശ്യമായിട്ട് ഇവിടെ കിടക്കണ കത്ത് എപ്പോഴും എടുക്കാൻ നിൽക്കണ്ട കേട്ടാ. ചിലപ്പോ എനിക്ക് വലിയ ഇതൊക്കെ വരും. എന്തെങ്കിലും വിഷയം ഉണ്ടോ? എടാ ചതിയാ, ആരാ ചേച്ചേ? വഞ്ചക. ആരാ വഞ്ചിച്ചേ? എടാ എന്നോടെങ്കിലും പറ. നിങ്ങളുടെ നൻപൻ സുബു അവനെ സിനിമാ സംഘടനയിൽ നിന്ന് പുറത്താക്കിയെന്ന്. ആ അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഞാൻ ആരാണ്ട് ചതിച്ചെന്ന് ആരാണ്ട് ലെറ്റർ എഴുതി തന്നാന്ന്. എന്നോട് അല്ല എടാ ഇത് എന്റെ തന്നിട്ട് പോയ എങ്ങനെയാ? എന്റെ തന്നാ അതെ എന്റെ പേര് പറയല്ലേ അവള് കരഞ്ഞേനെ. ആലോചിക്ക. എന്നാലും ഇനിയിപ്പോ എന്തു പറയും നമ്മള് വീട്ടില്? എന്തായാലും ശോഭമോടത്ത് എന്ത് പറയും? അടുത്ത് ചെക്കന്മാരുടെ ഇന്ന് കിട്ടിയാന്ന് പറയണോ? അല്ല അത് വേണ്ട, വേറെന്തെങ്കിലും. വേറെ പറയാം നമുക്കേ. നമ്മൾ ചൂണ്ടയിട്ടപ്പോ തെരണ്ടിയായിരുന്നു കയറി പിടിച്ച് അതിന്റെ വാല് കൊണ്ടേ. അതിന്റെ വാല് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിക്കൊണ്ടേ മാറിക്കൊണ്ടാന്ന് പറയാം. എന്നാലും അവന് വെറുതെ പുഴയെ കിടക്കുന്ന മീൻ പിടിക്കുന്ന അവന് പറയുന്ന വില കൊടുക്കണമെന്ന് വെച്ചപ്പോ ഞാൻ നിന്റെ വീട്ടിൽ നിന്നാണോ നിന്റെ തറവാട്ടിൽ നിന്നാണോ ഈ മീൻ കൊണ്ടുവന്നെന്ന് ചോദിച്ചതാ. അത് ന്യായം ദേവസ്വയുടെ ഭാഗത്ത് തന്നെയാ, കറക്റ്റാണ്. അപ്പൊ കാരണം ഈ കച്ചവടം നടന്നവരൊക്കെ വെറുതെ ആണല്ലോ നമുക്ക് തരുന്നത് ഫ്രീക്ക്. ആടോ അങ്ങോട്ട്. അല്ല അത് പോട്ടെ, ഞാനാ നിന്റെ തന്തയാണോ ഈ മീൻ കൊണ്ടിട്ടതെന്നേ ചോദിച്ചുള്ളൂ. അപ്പോഴേക്കും അവനെ അടിച്ച്. എന്നിട്ട് സുപ്രമോൻ എന്താ ഒന്നും മിണ്ടാതിരുന്നത്? തിരിച്ചടിക്കാതിരുന്നെന്താ? അവന്റെ കൈക്കേറ്റ തുടയുടെ കനമുണ്ട്, അത് വെച്ചോട്ടാൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മയ്യത്താവും. അപ്പൊ എന്റെ കണ്ണ് പോട്ടെ എന്നല്ലേ. എന്നാലും അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ. അടുത്ത് പോയി ജോയിൻ ചെയ്ത കാര്യം പറഞ്ഞില്ല. അവൻ പുറത്തായില്ലെങ്കിലേ അതിശയുള്ളൂ. അങ്ങനെ പുറത്താക്കി എന്താണെന്ന് നന്നായി. ഇനി അവൻ എൻ്റെ കാല് പിടിച്ച് വരുമല്ലോ. കാണിച്ചു കൊടുക്കാം. എനിക്കിതൊരു മെമ്പർഷിപ്പ് എടുക്കണം. അല്ല നമ്മളെ വീടിന്റെ ഡോറിന്റെ പകുതി ഇല്ലേ? ബാക്കി പകുതിയാണല്ലോ അവൻ തല്ലി പൊട്ടിച്ചത്. കാര്യം ഓരോ അബദ്ധങ്ങൾ പറ്റുമ്പോ കൊള്ളാം കേട്ടാ. എന്താണ് പിന്നെ നമ്മളിപ്പോ ഒരു ശത്രു വന്നെങ്കിൽ ഇയാളെ പിന്നെ ആരാ നമ്മളല്ലേ നോക്കണ്ടേ? ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ മീൻ പിടിക്കാൻ വന്നപ്പോൾ പറ്റിയതാ. ഇവിടെ മീൻ പിടിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെന്ത്? നമ്മൾ സിനിമയുടെ ആദ്യകാലം മുതൽ ഒരുമിച്ചാണോ? ഇപ്പൊ 2 മാസം കൊണ്ട് ഒരുമിച്ച്. നീ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വന്ന് നിന്റെ കൂടെ റൂം ഷെയർ ചെയ്ത് നീ തന്ന ആഹാരം കഴിച്ച് ഞാനിവിടെ താമസിച്ചോ? അതാ ഏറ്റവും വലിയ തലവേദന ഇപ്പൊ. അല്ല നീ ചിന്തിക്കണം ഒരു കാര്യം. എന്തുപോലെ? എടാ സിനിമയുടെ എന്ത് കാര്യമാണെങ്കിലും നീ എന്നോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യണ്ടായിരുന്നു. പക്ഷെ നീ വേണം എന്തോ കാര്യം ഒന്നും നടക്കുന്നില്ലല്ലോ. ഇതിപ്പോ എന്നിട്ടല്ലയോ വല്ല ഷെയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. എടാ അതുകൊണ്ടല്ല പറഞ്ഞത്. ഏതെങ്കിലും ഒരു സംഘടനയിലെങ്കിലും ചേരുമ്പോഴത്തേക്ക് നീ എന്നോടും കൂടെ ഒന്ന് ചോദിച്ചോ, ഇന്ന പോലെ ഒരു സംഘടന ചേരുന്നുണ്ട്. ഓണപരിപാടിക്കുള്ള ഒരു ക്ലബിൽ പോലും എന്റെ പേരില്ല, സംഘടന ചേർന്നു. നീ പോടാ എഴുന്നേറ്റ് പോട്ടാ. നിനക്ക് ഈയാക്ക് തലക്കടി കിട്ടിയ പോലെ നിനക്ക് എവിടെയെങ്കിലും കിട്ടിയോ? ആര് കടി കിട്ടി? ഇത് തെരണ്ടിയുടെ വാലുണ്ടോ? തെരണ്ടിയുടെ വാലും ഉണ്ടോ? നിനക്ക് നിന്റെ ഏതെങ്കിലും തെരണ്ടിയുടെ വാലും ഉണ്ടോ? ഇയാളുടെ കണ്ണിനെ പറ്റി? അത് തെരണ്ടിയുടെ വാലൊന്ന് ചെറുതായി പറ്റിപ്പോയതാ. തെരണ്ടിക്ക് എന്നാ പറ്റി? തെരണ്ടിക്കും വിവരമില്ലേ? ഈ പുള്ളീനെ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല, നന്നാകാൻ പോണില്ല. എന്റെ വായിൽ വേറെ വല്ലതൊക്കെ വരും. അല്ല ഇതെന്തെന്ന് ഈ കമ്പും കുടച്ചക്കറൊക്കെ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേക്കണേ? ഇവിടെ കമ്പല്ല, അത് ചൂണ്ടയാണ്, ചൂണ്ട. സ്റ്റിക്ക്. അത് തന്നെ. നിന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയെന്നും പറഞ്ഞൊരു കത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നീ സംഘടന ചേർന്നായിരുന്നു എന്നോട് പറഞ്ഞോ? ഏത് സംഘടന? ഏത് സംഘടനയാണ്? നീ ഒരു സംഘടന ചേർന്നിട്ടുണ്ടോ? നീ എന്നോട് പറഞ്ഞോ? എടാ ഞാനൊരു സംഘടന ഇതുവരെ ചേർന്നിട്ടില്ല. ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് ഒരുമിച്ച് സംഘടന ചേരാന്നുള്ളതാണെന്നോ നമ്മൾ തമ്മിൽ പറഞ്ഞിരുന്നത് നേരത്തെ? എവിടുത്തെ സംഘടന ചേർന്ന കാര്യം നീ പറയുന്നത്? ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ആർട്സ് ക്ലബിൽ പോലും ഇതില്ലെന്ന് പേരില്ലെന്ന്. അപ്പൊ പിന്നെ ആ കത്ത് പിന്നെ ആരുടെ? ഏത് കത്ത്? ശോഭനയുടെ അടുത്ത് എന്ത് ചെയ്യും? ശോഭന അടുത്ത് കത്ത് വന്നോ? അപ്പൊ നീ സംഘടന ചേർന്നായിരുന്നു, നീ അറിഞ്ഞിട്ടില്ല. നീ പൊട്ടം കളിക്കരുത് എന്റെ മുമ്പിൽ കിടന്നിട്ടാ. ഞാൻ പൊട്ടല്ലടാ പൊട്ടാ. നിന്റെ മുന്നിൽ അങ്ങനത്തെ പൊട്ടം കളിക്കോ പൊട്ടാ? എനിക്ക് മനസ്സിലായി ഇതിന്റെ കാര്യങ്ങളൊക്കെ. എനിക്ക് മനസ്സിലായി. ശോഭന മോളെ ഒന്ന് പോയി നോക്കട്ടെ. ശോഭന മോളെ എവിടെയെങ്കിലും നോക്കിയൊക്കെ നടക്ക്.
നീ എവിടെയെങ്കിലും ചെന്ന് വീഴും പോട്ടെ. എടാ എന്തുവാടാ ഒന്ന് പറയടാ, ഒന്ന് കുടുംബകലം ഉണ്ടാകുന്നതിന് ഇപ്പൊ ഒന്ന് പറയടാ. ആ സംഘടനയാണെന്ന് നീ നോക്കി പറയാം. എന്ത് എന്നത് വന്നെന്ന് പറയുന്നേ? അത് നീ ശോഭനോട് ചോദിക്കും.